ഗുഡ് മോർണിംഗ്. എവിടെ പടി? എല്ലാവരും പൊരിഞ്ഞുറക്കാവും. ഇപ്പൊ 2:30 സമയം. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ 2:30. അപ്ലോഡൊക്കെ ചെയ്ത് വരുമ്പോൾ ഏകദേശം 3-4 മണിയൊക്കെ ആവും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ. അപ്പോ ഇന്നലത്തെ അഗ്നി പരീക്ഷ നിങ്ങൾ കണ്ടല്ലോ. അതേപോലെ ഇന്നും അഗ്നി പരീക്ഷയുണ്ട്. നിങ്ങൾ പ്രൊമോ കണ്ടിട്ടുണ്ടാവും. പ്രൊമോയില് പൂജ ഭയങ്കര ബഹളം വെക്കുന്നത്. ആ പെൺകുട്ടിയുടെ പേര് പൂജ എന്നാണ് കേട്ടോ. അപ്പൊ 2 എപ്പിസോഡിലും ഓരോ പൂജമാരുണ്ട്. ഫസ്റ്റ് എപ്പിസോഡിലെ പൂജനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ആ ഒരു ചാവി ഇങ്ങ് താ, ഞാൻ തുറന്നു തരാന്ന് പറഞ്ഞ് പറ്റിക്കപ്പെടാൻ പോയ ഒരു വീട്ടമ്മ. എന്നാൽ ഇന്ന് ആ ഒരു കാര്യത്തെ ചോദ്യം ചെയ്യുന്ന പൂജ എന്ന് പറയേണ്ടി വരും. അവർ കരഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ അവരെ അകത്ത് കയറ്റിയത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ കുറെ ആളുകളുടെ പേര് നിങ്ങൾക്ക് അറിയുണ്ടാവും. റിയാസ് സെലക്ട് ചെയ്ത ടീമിലെ നമ്മുടെ പ്രണവ് കളരി മാസ്റ്റർ ആളാണ് ഇൻഫിനിറ്റി പവർ കൊണ്ടുപോയത്. അതുപോലെ തന്നെ രഞ്ജിനി ഹരിദാസിന്റെ ടീമില് പാർവതി മേക്കപ്പ് ആർട്ടിസ്റ്റായി ആക്ടിങ്ങിലുള്ള ആ ഒരു പെൺകുട്ടി 4 വർഷത്തോളം ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് അവർക്കാണ് ഇൻഫിനിറ്റി പവർ കിട്ടിയത്. അത് കഴിഞ്ഞ് മാരാറിന്റെ ഗ്രൂപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിജിൻ ഡാൻസ് കോച്ച്, അദ്ദേഹമാണ് ആ ഒരു ഇൻഫിനിറ്റി പവർ വാങ്ങിക്കൊണ്ടുപോയത്. കുറെ ആളുകളുടെ പേര് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറൂല, അത് പതുക്കെ കേറിക്കോളും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, കൺഫ്യൂഷൻ ആക്കുന്നില്ല. അത് 20 പേരടങ്ങുന്ന ഒരു സംഭവം, അത് ഞാൻ മാറ്റി വെച്ചു. ഇന്നും പുതിയ 20 പേര്. ഇരുന്ന് എഴുതി ഉണ്ടാക്കിക്ക, നിങ്ങൾക്ക് എളുപ്പമായിക്കോട്ടെ. എപ്പിസോഡ് കാണുമ്പോൾ എളുപ്പമാവുമല്ലോ. ഓക്കെ, ഇവിടെ റിയാസ് ഏകദേശം 7 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ തന്നെ രഞ്ജിനി ഹരിദാസ് റിയാസ് 7 അതേപോലെ മാര 6 ആളെടുത്തിട്ടുണ്ട്. ഇതിൽ റിയാസ് എടുത്തത് അളകനന്ദ എന്ന ഒരു പെൺകുട്ടി, കോഴിക്കോടുള്ളതാണ്. അവരുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് കല 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 കലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പ്രകൃതമാണ് കേട്ടോ. അവർ നല്ല രീതിയിൽ ഗെയിം കളിച്ചു ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അത് എന്തായാലും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കിക്കോളി. അത് കഴിഞ്ഞ് അടുത്തത് ജെട്ടി പി തോമസ്. പേര് പറഞ്ഞതുപോലെ തന്നെ ജെട്ടി പി തോമസ് എല്ലാവർക്കും ഒരു ചിരി തോന്നുന്ന പേരാണെന്ന് അവരും പറയും. മലപ്പുറം ജില്ലയിൽ നിന്നാണ് അവർ വരുന്നത്. നഴ്സാണ്. പക്ഷെ അവർക്ക് ഭയങ്കരമായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടത് തട്ടിക്കളഞ്ഞ ഒരാളാണ്. അത് ഞാൻ വഴിയെ പറയാം. അടുത്തത് ഷാമോൻ ഷാജഹാൻ, ആംബുലൻസ് ഡ്രൈവറാണ്, വയനാട്ടുകാരനാണ് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ആളുടെ പേര് റിജോ ജോൺസൺ, വയനാട്ടുകാരൻ തന്നെയാണ്. അത് കഴിഞ്ഞ് റേബിൻ റാഫേൽ എന്ന് പറയുന്ന തൃശ്ശൂരിലുള്ള ഒരാള്, മോഡലാണ് കേട്ടോ. പിന്നെ ടാഷി കൊല്ലം, അദ്ദേഹത്തിനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്, മുഴുവൻ പേര് വായിച്ചതിന് ശേഷം പറയാം. പിന്നെ സോണ അലക്സ്, ഇടുക്കിക്കാരിയാണ്, ഇൻഫ്ലുവൻസർ ആണ്. അതുകൂടാതെ അവർ ഹെവി ട്രക്ക് ഡ്രൈവർ, ബസ് ഡ്രൈവർ ഒക്കെയാണ് എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ തുടക്കത്തിൽ തന്നെ ടാഷി എന്ന് പറയുന്ന ഈ വ്യക്തിയോട് നിങ്ങൾക്കൊരു പവർ കിട്ടുകയാണ്. ഈ കൂട്ടത്തിലുള്ള ഒരാളെ എടുത്ത് കളയണമെന്ന് തോന്നുകയാണെങ്കിൽ ആരെ പറയുമെന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ ആള് പറയുന്നത് സോന അലക്സിനെ എടുത്ത് കളയണം. അവരെന്തോ ഫേക്ക് ആയിട്ട് കളിക്കുകയാണ്, ഇപ്പൊ തന്നെ അങ്ങനെയാണ് തോന്നുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും. ഇഷ്യൂ അല്ല, ചെറിയൊരു സംസാരം സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് തള്ളിക്കളയുന്നുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് ടാസ്കിൽ ഇവർക്ക് കിട്ടിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇങ്ങനെ വന്ന് ചെണ്ട കൊട്ടുന്നുണ്ടാവും. ഈ ചെണ്ട കൊട്ടുന്ന സമയത്ത് ഇങ്ങനെ ഇവര് 7 ആളും ഇങ്ങനെ ചുറ്റിലും നിൽക്കണം. അവരുടെ കയ്യിൽ ഒരു വടി ഉണ്ടാകണം. ഈ വടി ഇങ്ങനെ പിടിച്ച് ചാടി 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 കളിക്കണം. ചെണ്ട കൊട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ വടി അതേപോലെ നിലനിർത്തി കൈയെടുത്ത് അടുത്ത വടിയുമൊക്കെ വെക്കണം. മനസ്സിലായില്ലേ? ഇവര് വിടുമ്പോഴും അവിടെ അപ്പുറത്ത് വിടണം. അപ്പോൾ ഒരു റൗണ്ട് അടിക്കും. ഈ സമയത്ത് വടി കയ്യിൽ നിന്ന് പോകുന്ന ആൾ ആരാണോ, നിലത്ത് വീഴുന്ന ആൾ ആരാണോ, അവർ ഔട്ട് ആവും എന്നുള്ളതാണ്. അതിൽ അളകനന്ദ ഔട്ട് ഹൗസിൽ പോയി, അതേപോലെ തന്നെ ഷാമോൻ ഔട്ട് ഹൗസിൽ പോയി, റിജോ ഔട്ട് ഹൗസിൽ പോയി. ആ ഒരു ടാസ്കിൽ അളകനന്ദ ആദ്യം തന്നെ ഔട്ടായി പോയി. ഓവർടോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള. ഷാമോൻ ഷാജഹാൻ അദ്ദേഹം ഔട്ടായി പോയി. അതേപോലെ റിജോ ജോൺസൺ ഔട്ടായി പോയി. നേരെ ഔട്ടായി പോകുന്നത് ഔട്ട് ഹൗസിലേക്കാണ് കേട്ടോ. അതായത് പുറത്തേക്ക് പോകാനുള്ള ഒരു കവാടമാണ് ഈ ഔട്ട് ഹൗസ്. ഔട്ട് ഹൗസിലേക്കാണ് അവർ ചാടി പോകുന്നത്. ആ ഒരു ടാസ്കിൽ വളരെ നാടകീയമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട്. ഇവിടെ ജെട്ടി പി തോമസ് ഒരു ചെറിയൊരു ഫ്രോഡത്തരം കാണിച്ചു. അതായത് ഈ വടി ഇങ്ങനെ എയറിൽ നിൽക്കാതെ നിലത്ത് വെച്ചുകൊണ്ട് തന്നെ ഇവർ ഡാൻസ് കളിക്കുകയും ചെണ്ടകൊട്ട് നിർത്തുമ്പോൾ ഓപ്പോസിറ്റുള്ള വടി പിടിക്കുകയാണല്ലോ വേണ്ടത്. ജെട്ടി പി തോമസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ കയ്യിലുള്ള വടി താഴോട്ട് ബാക്കിലോട്ട് ഇട്ടു. നേരെ തിരിച്ച് ടാഷി വടി അങ്ങ് പിടിച്ചു നിന്നിരുന്നു. അതുകൊണ്ട് ഇവരത് കയറി അങ്ങ് പിടിച്ചത് കൊണ്ട് ഇവർ ജയിച്ചു എന്നുള്ളതാണ്. പക്ഷേ അവിടെ രഞ്ജിനി ഹരിദാസ് കുറച്ച് സ്ട്രോങ് ആണ് കേട്ടോ, ഭയങ്കര സ്ട്രോങ് ആണ്. അവർ പറയുന്ന ഒരു വാക്ക് എന്താണെന്ന് വെച്ചാൽ റീപ്ലേ ഒന്ന് കാണിച്ചു തരുമെന്നാണ്. റീപ്ലേ കാണിക്കുമ്പോൾ ടാഷി കറക്റ്റ് കളിച്ചു. ടാഷി വടി അവിടെ നിലത്ത് ഇങ്ങനെ കുത്തി നിർത്തിയിട്ടാണ് ഡാൻസ് കളിച്ചത്. പക്ഷെ ഇവിടെ ജെട്ടി പി തോമസ് എടുത്ത് വലിച്ചെറിയുന്നത് ബാക്കിലോട്ട്. അതുകൊണ്ട് റിയാസ് ഉടനെ തന്നെ ഇടപെട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്ക് ഒന്നും കൂടി ഇത് കളിക്കാന്നുള്ളത്, ഇവരെ വെച്ച് ഒന്നും കൂടി ഒരു ഫൈനൽ നോക്കാന്നുള്ളത്. ഉടനെ തന്നെ അഖിൽമാരാർ പറയുന്ന ഒരു വാക്കുണ്ട്, അതെങ്ങനെ ശരിയാവും? എല്ലാവർക്കും ഒരു ചാൻസ് അല്ലേ ഉണ്ടാവുള്ളൂ, വീണ്ടും വീണ്ടും ചാൻസ് കൊടുക്കണം എന്നാണോ പറയുന്നത്? അത് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ജെട്ടി പി തോമസ് വിചാരിച്ചു, ഓ അങ്ങനെയാണെങ്കിൽ ഞാൻ ജയിച്ചല്ലോ, വടി ഞാനല്ലേ എടുത്തത്, അങ്ങനെ ഒരു കളി വേണ്ട എന്ന് പറഞ്ഞു. ഉടനെ തന്നെ രഞ്ജിനി ഹരിദാസ് അങ്ങ് ചൂടായി. ഓക്കെ,
അങ്ങനെയെങ്കിൽ നീ കളിച്ചത് അൺഫെയർ ആയിട്ടുള്ള ഗെയിമാണ്. നീ വടി താഴോട്ട് വലിച്ചെറിയ ചെയ്തിട്ടുള്ളത്. ടാഷിയാണ് കറക്റ്റ് കളിച്ചത്. അതുകൊണ്ട് ടാഷി വിജയിച്ചു. അങ്ങനെ ടാഷിക്ക് ഇൻഫിനിറ്റി പവർ അങ്ങ് കൊടുക്കുകയാണ്. സത്യം പറയട്ടെ, ജെട്ടിപ്പി തോമസ് ആകെ കണ്ട് നാണം കെട്ട് ഇളിമ്പിയായി എന്നുള്ളതാണ്. അതിൽ ഓവർ ടോക്ക് അടിക്കുന്ന അളകനന്ദയും ശരിക്കും അങ്ങ് മൂഞ്ചി പോയി എന്ന് പറയേണ്ടി വരും. അത് കഴിഞ്ഞ് അടുത്ത കളി, ഇതിൽ വടി കൊണ്ടുള്ള കളിയാണെങ്കിൽ അടുത്തതിൽ സ്പോഞ്ച് കൊണ്ടുള്ള കളിയാണ്. അതായത് കുറെ സ്പോഞ്ചുകൾ അട്ടിക്കട്ടി വെക്കലാണ്. ഓക്കെ, ആദ്യം നമുക്ക് അതിലെ ടീം മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. പൂജ, ഇവരുടെ ഒരു ടീസർ ആയിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ ട്രെയിലർ, ആ പ്രൊമോ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. രഞ്ജിനി ഹരിദാസിനോട് ചൂടാവുന്നതും രഞ്ജിനി ഹരിദാസ് തിരിച്ചങ്ങ് ചൂടാവുന്നതും. അതായത് കഴിഞ്ഞ എപ്പിസോഡിലെ പൂജ അവര് കരഞ്ഞത് കൊണ്ടാണ് ഇവർക്ക് അവസരം കൊടുത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് അഖിൽ മാരാറും രഞ്ജിനി ഹരിദാസും ഒക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചൂടായിട്ട് അത് അവസാനിപ്പിക്കുന്നതാണ്. ഓവറാക്കി ഡയലോഗ് അടിച്ച് അലമ്പാക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് പൂജ എന്ന് അപ്പൊ തന്നെ മനസ്സിലായി. വേറെ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഈ ഗെയിം ഉണ്ടല്ലോ, ഈ ഗെയിമിൽ ഫസ്റ്റ് തന്നെ ഔട്ട് ഹൗസിൽ പോയ ഒരു വ്യക്തിയാണ് കേട്ടോ. ഇടയിൽ പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞു പോവാം. സോണി അസീം കൊച്ചി ഹൗസ് വൈഫാണ്. അവർക്ക് സംസാരിക്കാൻ വല്ലാണ്ട് അറിയില്ല കേട്ടോ. ഇതിന്റെ അകത്ത് കയറി ചെന്നാൽ അവരുടെ അവസ്ഥ പരിതാപകരായിരിക്കും. അടുത്തത് വൈശാഖ് വടശ്ശേരി, പ്രവാസിയാണ്, തൃശ്ശൂർക്കാരനാണ്. ഇദ്ദേഹത്തിനും സംസാരിക്കാൻ വല്ലാണ്ട് അറിയില്ല. ആ ഒരു ടാസ്ക് പേപ്പർ ആരെങ്കിലും ഒന്ന് വായിക്കുമോ എന്ന് ചോദിച്ച സമയത്ത് ആളത് വാങ്ങി വായിച്ചു. പക്ഷെ പരിതാപകരായിരുന്നു. ഗെയിം കളിച്ചിട്ടുണ്ട്, പക്ഷെ സംസാരിക്കാനുള്ള ഒരു കഴിവ് അതിലില്ല. അകത്ത് കയറി കഴിഞ്ഞ കോമഡി ആയിരിക്കും എന്നുള്ളതാണ്. അടുത്ത രാകേഷ് ജാക്കോബ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കൊച്ചിക്കാരനാണ്, കാർപ്പൻറ്ററാണ്. എനിക്ക് ഇന്നലത്തെ ആ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറിട്ട് നിൽക്കുന്ന വ്യത്യസ്തനായിട്ടുള്ള മനുഷ്യനാണ് രാകേഷ് ജാക്കോബ്. അയാൾ ഡാൻസ് കളിക്കും, കാർപ്പൻറ്ററാണ്. അദ്ദേഹം നല്ല അടിപൊളിയായിട്ട് ഇതിൽ സംസാരിക്കും ചെയ്തിട്ടുണ്ട്, എന്റർടൈൻമെന്റ് തന്നിട്ടുണ്ട്. അദ്ദേഹം ബിഗ് ബോസിനകത്ത് ഉണ്ടെങ്കിൽ സംഭവം കളറായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അടുത്ത ആളെ പേര് സ്റ്റീനി ഫിഗറാഡോ. അവർ കൊച്ചിക്കാരിയാണ്, ഒരു സ്റ്റുഡന്റ് ആണ്, അത്ര ഏജിൽ ഇല്ലാത്ത ഒരാളാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അടുത്ത ആള് നന്ദകിഷോർ. എന്തൊരു മാരാര്, സോറി, നന്ദകിഷോർ പാലക്കാടുകാരനാണ്. അദ്ദേഹം അഡ്വക്കേറ്റും കൂടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ ആൾ ഔട്ട് ഹൗസിൽ പോയി. ഷിജുലാൽ വയനാട്, അദ്ദേഹം നല്ല കിഡിലനായിട്ട് ഗെയിം കളിച്ചു എന്നുള്ളതാണ്. ഇനി ഗെയിമിന്റെ ഒരു കഥ പറഞ്ഞുതരാം. അതായത് പല നിറത്തിലുള്ള കുറച്ച് സ്പോഞ്ചുകൾ ഉണ്ടാവും. ഈ സ്പോഞ്ചുകളിലെ ഏറ്റവും അടിയിൽ നീളം കൂടിയ ഒരു പൈപ്പ് പോലെയുള്ള ഒരു സ്പോഞ്ച് റെഡ്. ഇതിന്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ കട്ടി വെച്ച് ഹൈറ്റ് ആയിട്ട് കൊണ്ടുപോകണം. ഒരേ സമയം ഒരെണ്ണമേ എടുക്കാൻ കഴിയൂ, ഒരുപാടൊന്നും എടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് എടുത്തതിന്റെ പേരിലാണ് നമ്മുടെ നന്ദകിഷോറിനെ എടുത്തിട്ട് നേരെ ഔട്ടാക്കി കളയുന്നത്. അതില് നമ്മുടെ രാകേഷ് ജാക്കബ്, ഞാൻ പറഞ്ഞില്ലേ പൊളിയാ, കൊച്ചിക്കാരനാ, കാർപ്പൻറ്ററാ, ആളെ ജയിച്ചത്. അതുകൂടാതെ തന്നെ ഷിജുലാൽ വയനാടിനും ഇൻഫിനിറ്റി പവർ കിട്ടി. ഞാൻ 2 പേർക്കാണ് ഇതിൽ ഇൻഫിനിറ്റി പവർ കിട്ടിയത്. മൊത്തം 3 പേരായില്ലേ. അപ്പൊ ഓക്കെ, അടുത്തത് മാരാരിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അഫിയ നാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൊച്ചിക്കാരിയാണ് കേട്ടോ. ഇവര് ഇൻട്രോ പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞ വാക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൊച്ചിക്കാരെന്ന് കേൾക്കുമ്പോ എല്ലാവരുടെ മനസ്സിൽ സ്റ്റഫ് ഉണ്ടോന്ന് ചോദിക്കാൻ തോന്നുന്നു. അത് ഞങ്ങളുടെ കയ്യിൽ സ്റ്റഫ് ഒന്നും ഇല്ലെന്ന് വെറുതെ പറയും. അങ്ങനെ ഒരു സാധനമൊക്കെ പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. അപ്പൊ തന്നെ നമ്മുടെ രാകേഷ് ജാക്കബിന് കൈ വെക്കുന്നുണ്ട്, അതിനുള്ള മറുപടി കൊടുക്കാം. പക്ഷെ അവസരം കൊടുത്തില്ല എന്നുള്ളതാണ്. പക്ഷെ അവരുടെ നാക്ക് പോലെ തന്നെ അവർ ഔട്ട് ഹൗസിലെ പെട്ടെന്ന് പോയി എന്നുള്ളതാണ്. ഇതിലെ ഗെയിം ഭയങ്കര രസമുള്ള ഗെയിമാണ്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ്. ശരിക്കും അംഗനവാടി കുട്ടികൾക്ക് കൊടുക്കുന്ന ഗെയിമാണ്. ഒക്കെ എന്നാൽ പോലും കാണാൻ ഒരു രസം ഉണ്ടായിരുന്ന ഒരു ഗെയിമാണിത് കേട്ടോ. അടുത്ത പ്രവീൺ മോഹനാണ്, എടപ്പാളുകാരനാണെന്ന് പോലും. നമ്മുടെ എടപ്പാളുകാരനെ, മലപ്പുറത്ത്. അപ്പൊ ഞാൻ എടപ്പാള്, നമ്മക്കറിയാത്ത എടപ്പാളുകാരനാ. ഞാനൊന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ആള് പറഞ്ഞു ഞാൻ 5-6 വർഷമായിട്ട് കൊച്ചിയിലാണെന്നുള്ളത്. ആ സംഭവധാനം, നമ്മളറിയാത്തൊരു എടപ്പാളുകാരൻ ബിഗ് ബോസ് ഇല്ല. അത് കഴിഞ്ഞ് ലൊലീറ്റ, തൃശ്ശൂരുകാരിയാണ്, 19കാരിയാണ്, നല്ല സ്മാർട്ടാണ്, നല്ല അടിപൊളിയായിട്ട് ഗെയിമും കളിച്ചിട്ടുണ്ട്. അടുത്തത് ഷിഞ്ചിത്ത്, കോഴിക്കോട്, സിനിമാ മോഹിയാണ്. ഈ ഷിഞ്ചിത്ത് ഉടനെ തന്നെ സിനിമയിൽ വരുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, തിരക്കഥാകൃത്താണ്. അദ്ദേഹം നല്ല രീതിയിൽ ആ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് ആളെ എനിക്ക് തോന്നിയില്ല. അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയല്ല. നിതിൻ, കൊച്ചി, ജിം ട്രെയിനർ ആണ്. ജിം ട്രെയിനർ മാത്രമല്ല, ഇതിൽ ഭയങ്കര കോമഡി ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞുതരത്. അടുത്തത് ഷാം ഷാജി, കൊച്ചിക്കാരനാണ്. ഈ ഷാം ഷാജിയാണ് കഴിഞ്ഞതിൽ പൂജയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി തുറന്നു തരാന്നൊക്കെ പറഞ്ഞിട്ട് ചാവി വാങ്ങിയിട്ട് നൈസായിട്ട് ഇതാക്കാൻ നിന്നത്. ആൾക്ക് തുടക്കത്തിൽ തന്നെ ഒരു പേര് കിട്ടി, എന്താ അറിയോ, അലമ്പ് കളിക്കാരൻ, ചതിയൻ എന്നൊക്കെയാണ് രഞ്ജിനി ഹരിദാസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിലെ ഗെയിം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ 6 പേരുണ്ട്. ഈ 6 പേർക്ക് വ്യത്യസ്ത നിറത്തിലുള്ള ഓരോ വർണ്ണക്കടലാസുകൾ കൊടുത്തിട്ടുണ്ട്.
നിലത്ത് ഒരുപാട് വർണ്ണക്കടലാസുകൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും അവരുടെ കയ്യിലുള്ള അതേ കളറിലുള്ള പേപ്പേഴ്സ് നിലത്ത് നിന്നും സ്ട്രോ വെച്ച് വലിച്ച് പിടിച്ച് നേരെ ഈ ഒരു പാത്രത്തിൽ കൊണ്ടിടണം, ഒരു ബൗളിൽ കൊണ്ടിടണം. ഇതാണ് ടാസ്ക്. ഇതിൽ രസകരമായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്യാം ഷാജി എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, ഇദ്ദേഹം ഇയാളുടെ കയ്യിലുള്ള ഈ സ്ട്രോ ഉപയോഗിച്ച് മറ്റുള്ള ആളുകൾ എടുക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഊതിയിട്ട് അവരതൊക്കെ തെറിപ്പിച്ച് കളഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ കറക്റ്റ് എടുത്ത് കൊണ്ടുപോയിട്ട് ഈ ഒരു ബൗളിൽ ഇടുക എന്നുള്ളതാണ്. കുറെ ആളുകൾ ഈ അഫിയാനാസ് ഒക്കെ എടുക്കുന്ന മുഴുവൻ വീണ് വരുന്നത്, ഏറ്റവും കുറച്ച് പേപ്പർ കളക്ട് ചെയ്ത് അവരാണ് 6 പേപ്പർ അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ പ്രവീൺ മോഹൻ 24 എടുത്ത്, ലൊലീറ്റ തൃശ്ശൂർ അവരാണ് 28 എണ്ണം എടുത്തിട്ട് ഇൻഫിനിറ്റി പവർ സ്വന്താക്കിയത്. ഷിൻജിത്ത് കോഴിക്കോട് അവർ 24 എണ്ണത്തിന്റെ അടുത്ത് എങ്ങാനും എടുത്തിട്ടുണ്ട്. നിതിൻ അത്ര ഒന്നും എടുത്തില്ല, 10-18 എണ്ണം എടുത്തിട്ടുള്ള ആളെയും എടുത്ത് പുറത്താക്കി. ഈ നിതിന്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിതിന് ഒരു സുംബ ഡാൻസ്, യോഗ അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്ന ആളാണ്. അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ചിരിക്കാൻ എവിടെയെങ്കിലും പോണ. നേരെ ലോലിറ്റ തൃശ്ശൂരുകാരി അവരെന്തോ പൈലറ്റ്, സ്റ്റുഡന്റ് പൈലറ്റ് അങ്ങനെ എന്തോ ആണ് കേട്ടോ. അവർ നല്ല സ്വിം ചെയ്യും, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഓക്സിജൻ ഇങ്ങനെ പിടിച്ചു വെക്കാൻ, വലിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യം അവർ തെളിയിക്കുകയും ചെയ്തു. അവർക്ക് ഇൻഫിനിറ്റി പവർ കിട്ടി. അതുകൂടെ തന്നെ ശ്യാം ഷാജി പൂജയെ ചതിച്ചകത്ത് കയറാൻ നോക്കിയ ശ്യാം ഷാജിക്കും എന്ത് കിട്ടി? ഇൻഫിനിറ്റി പവർ കിട്ടി. മൊത്തം ഇവിടെ 1, 2, 3, 4, 5 ഈ 20 പേരിൽ 5 പേർക്ക് ഇൻഫിനിറ്റി പവർ കിട്ടി. കഴിഞ്ഞതിൽ 3 പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ. ഇവിടെ 5 പേർക്ക് കിട്ടി. കഴിഞ്ഞതിൽ ഇൻഫിനിറ്റി പവർ ആൾക്ക് കിട്ടിയത് 1, 2 അതെ 3 പേർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ടാസ്ക് പറ്റക്കടാണ്, പറ്റക്കടം. ഇതും അടിപൊളിയാന്നല്ല പറയുന്നത് കേട്ടോ, ഒക്കെ കുട്ടിക്കളിയാണെന്നുള്ളതാണ്. പക്ഷെ ഇതിൽ കുറച്ച് ആളുകളൊക്കെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് തോന്നിയിട്ടുള്ളൂ, എല്ലാവരും തോന്നിയിട്ടില്ല. പിന്നെ സാധാരണക്കാർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊരു സാധാരണക്കാർ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എങ്ങനെ കാണുന്നത്? എനിക്ക് ഇതിലിപ്പോ രാകേഷ് ജാക്കോബ് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാർപ്പൻറ്ററാണ് സാധാരണക്കാരെന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാവരും മോഡൽസ്, ജിം ട്രെയിനേഴ്സ് എല്ലാവരും ഉണ്ട്, ജിം ട്രെയിനേഴ്സ് ഒക്കെ അല്ലെ. നമുക്കൊന്ന് ട്രൈ ആലും വേണ്ട. അപ്പോ ഇതാണ് നടന്നിട്ടുള്ളത്. ഇതിൽ രസകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. അതൊക്കെ എന്തായാലും നിങ്ങൾ ആ ഒരു എപ്പിസോഡ് വരുമ്പോ കാണുക, അതാണ് നല്ലത്. അപ്പൊ 2 പൂജയാണുള്ളത്. 2 പൂജയും ശ്രദ്ധിക്കപ്പെട്ടു. ആ പേര് കൊണ്ട് മാത്രമല്ല, ഇവരൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഏറിപ്പോയ ആളുകളൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്ന് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ, ഞാൻ അങ്ങനെ ഉദ്ദേശമില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശമില്ല പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ ജെട്ടി തോമസിന്റെ മറ്റൊരു കോമഡി പറഞ്ഞുതരാം. ഈ ജെട്ടി തോമസിന് ഒരു പവർ കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ഈ കൂട്ടത്തിൽ നിന്ന് ഇപ്പൊ എടുത്തിട്ട് ഔട്ട് ഹൗസിൽ നേരിട്ട് കൊണ്ടുപോയി കളയാന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് അവരൊരാളുടെ പേര് പറയുന്നുണ്ട്. ആ ഒരു പേര് പറഞ്ഞ് ഉടനെ തന്നെ അവരെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. ഉടനെ തന്നെ രഞ്ജിനി ഹരിദാസ് ഒരു ഡയലോഗ് അടിച്ചു, അങ്ങനെ ഇഷ്ടമുള്ള ആളെ എങ്ങനെ പുറത്താക്കാൻ കഴിയുക, നിന്റെ പവർ ഞങ്ങൾ തിരിച്ചെടുക്കുന്നു. രഞ്ജിനി ഹരിദാസ് കുറച്ച് ഓവറായിട്ട് ഇങ്ങനെ, അല്ല ജഡ്ജസിന് വേണ്ട ഒരു സംഭവമൊക്കെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ഓവർ അല്ലേ എന്ന് എനിക്ക് ചില സമയത്തൊക്കെ തോന്നി എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ ഇനി ബിഗ് ലൂസ് കാണുമ്പോൾ സാധനം കത്തുന്നുള്ളതാണ്, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ പരമാവധി ഷെയർ ചെയ്യാ. വീണ്ടും വരാ. ഹൈപ്പൊന്ന് അടിക്കണേ, ഉറക്കൊഴിച്ചിട്ടാടേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വരാം പുതിയ വാർത്താ വിശേഷങ്ങളുമായിട്ട്. സന്ദീപ് എടപ്പാൾ, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്.